Hi and welcome to the new video. In this video again I will be discussing about the protection of transmission lines, but in this one I will be discussing about a method called the carrier current protection scheme. Previously in the last video I have discussed about the differential pilot wire protection. Now we'll be moving on to carrier current protection scheme. Okay. ഇതിൽ നമ്മൾ കരിയർ കറന്റ് പ്രൊട്ടക്ഷൻ സ്കീമാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻഷ്യൽ പൈലറ്റ് വയർ സ്കീമാണ്. അതിൽ തന്നെ രണ്ട് സ്കീമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മേഴ്സ് പ്രൈസ് സിസ്റ്റവും പിന്നെ ട്രാൻസ്ലേ സ്കീം. ഓക്കെ, സോ കമ്മിങ് ടു കരിയർ കറന്റ് പ്രൊട്ടക്ഷൻ. ദിസ് സ്കീം ഈസ് മെയിൻലി യൂസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ്. ലോങ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പ്രൊട്ടക്ഷനാണ് യൂസ് ചെയ്യുന്നത്. And in the carrier current protection scheme, the phase angle of the current at the two phases of the line are compared instead of the actual current. അതായത് ആക്ച്വൽ കറണ്ട് പകരം ഫേസും ഡയറക്ഷനും ഒക്കെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അതിൽ രണ്ട് സ്കീം വരുന്നുണ്ട്. ജനറലി ഫേസ് ആംഗിൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ദെൻ ദ ഫേസ് ആംഗിൾ ഓഫ് ദ ലൈൻ ഡിസൈഡ്സ് വെദർ ദ ഫോൾട്ട് ഈസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. The main elements of the carrier channel are a transmitter, receiver, coupling equipment and line trap. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോമ്പണൻസ് ഇതിൽ ഉണ്ടായിരിക്കുക. ട്രാൻസ്മിറ്റർ, റിസീവർ, കപ്ലിംഗ് എക്യുപ്മെന്റ് ആൻഡ് ലൈൻ ട്രാപ്പ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നുണ്ട്. ഒരു ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ച് ആ രീതിയിൽ മാത്രമാണ് ഇവിടെ പറയുന്നുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. The carrier current receiver receives the carrier current from the transmitter at the distant end of the line. അതായത് രണ്ട് സൈഡിൽ നമുക്ക് ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാവും. ഈ ഒരു പ്രൊട്ടക്റ്റഡ് സോൺ എന്ന് പറയുള്ളൂ. അപ്പോൾ ആ സോണിൻ്റെ അപ്പുറത്തെ എൻഡിലും ഇപ്പുറത്തെ എൻഡിലും ഉണ്ടായിരിക്കും ട്രാൻസ്മിറ്ററും റിസീവറും. കാരണം ഇപ്പുറത്തെ ഡാറ്റ അപ്പുറത്തേക്ക് എത്തിക്കണം, ആ എൻഡിലത്തെ ഡാറ്റ ഇങ്ങോട്ടും എത്തണം. അപ്പോൾ രണ്ട് സൈഡിലും ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാവും. അത് ഈ കറണ്ടിനെ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കാരിയർ ഇതായിട്ടാണ് വിടുന്നത്. അപ്പോൾ അത് ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ആയിട്ടാണ് പറഞ്ഞയക്കുന്നത്. The receiver converts the received carrier current into a DC voltage that can be used in a relay or other circuit that performs any desired function. ഇപ്പോൾ റിസീവ് ചെയ്യുന്നതിനെ കൺവേർട്ട് ചെയ്ത് DC വോൾട്ടേജ് ആയിട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് വോൾട്ടേജ് ഈസ് സീറോ വെൻ ദ കാരിയർ കറണ്ട് ഇസ് നോട്ട് ബീങ് റിസീവ്ഡ്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അത് സീറോ ആയിരിക്കും ഒബ്വിയസ്ലി. ഇതാണ് ഒരു കരിയർ കറന്റ് പ്രൊട്ടക്ഷൻ സ്കീമിൻ്റെ സിമ്പിൾ സെറ്റപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് എൻഡുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ 1ഉം സർക്യൂട്ട് ബ്രേക്കർ 2നും ഇടയിലാണ് നമ്മളെ പ്രൊട്ടക്റ്റഡ് റീജിയൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ആ ട്രാൻസ്മിഷൻ ലൈനിൽ ഇവിടെ ലൈൻ ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ എൻഡിലും ഇപ്പുറത്തെ എൻഡിലും. അതെന്ന് പറഞ്ഞാൽ LC കോമ്പിനേഷനാണ്, പാരലൽ LC കോമ്പിനേഷനാണ്. അത് ദാറ്റ് ഈസ് കണക്റ്റഡ് വയ പിന്നെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ വഴിയാണ് ബാക്കിയുള്ളത് ഇതിലേക്ക് കണക്ഷൻ വരുന്നത്. ഇവിടെ പിന്നെ നമ്മുടെ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ട്. ഇവിടെ ഒരു കൺട്രോൾ സർക്യൂട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇത് രണ്ട് എൻഡിലും വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് അല്ലെങ്കിൽ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അവിടെയും വരച്ചിട്ടുള്ളത്. സോ ദ ലൈൻ ട്രാപ്പ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ ബസ് ബാർ ആൻഡ് കണക്ഷൻ ഓഫ് കപ്ലിംഗ് കപ്പാസിറ്റർ ടു ദ ലൈൻ. ഓക്കെ, സോ കപ്ലിംഗ് കപ്പാസിറ്റർ ലൈനിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളതും പിന്നെ നമ്മുടെ ബസ് ബാറിന് ഇതിൻ്റെ ഇടയിലായിട്ടാണ് എന്ത് വെക്കുന്നത്, നമ്മൾ ഈ ലൈൻ ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ പാരലൽ LC നെറ്റ്വർക്ക് ട്യൂൺ ടു ദ റെസണൻസ് അറ്റ് ഹൈ ഫ്രീക്വൻസി റെസണൻസിന് ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു LC നെറ്റ്വർക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ദ ട്രാപ്സ് റെസ്ട്രിക്ട് ദ കാരിയർ കറന്റ് to the unprotected section so as to avoid interference from or with the or adjacent carrier current channels. So വേറെ carrier current channelsനെ ആയിട്ടുണ്ടെങ്കിൽ അവരിനായിട്ടുള്ളത് റെസ്ട്രിക്റ്റ് ചെയ്യത്തക്ക രീതിയിലാണ് ലൈൻ ട്രാപ്പ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഓൾസോ അവോയ്ഡ്സ് ദ ലോസ് ഓഫ് കാരിയർ കറന്റ് സിഗ്നൽ ടു ദ adjoining power circuit. And the coupling capacitor connect the high frequency equipment to one of the line conductors and simultaneously separate the power equipment from the high power line voltage. Okay, ഇപ്പോൾ കപ്ലിംഗ് ട്രാൻസ്ഫോമർ, കപ്ലിംഗ് നമുക്കറിയാം ഹൈ ഫ്രീക്വൻസിയും ലോ ഫ്രീക്വൻസിയും ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ പർപ്പസ് വരുന്നത്. And the normal current will be able to flow only through the line conductor. So normal current നമ്മൾ സാധാരണ പോലെ ലൈൻ കണ്ടക്ടറിൽ കൂടെ പോകും. while the high frequency current carrier current will circulate over the line conductor fitted with the high frequency traps through the traps capacitor and ground. അപ്പോൾ അത് ലൈൻ ട്രാപ്പും നമ്മുടെ കപ്ലിംഗ് കപ്പാസിറ്റർ വഴി ഗ്രൗണ്ടിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. ഏത് നമ്മുടെ ഹൈ ഫ്രീക്വൻസി കരിയർ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി കരിയർ. ഇതാണ് ഡാറ്റ എടുക്കുന്നതും അത് ട്രാൻസ്മിറ്റർ വഴി സെൻഡ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നത്. അത് അപ്പുറത്തും അതേപോലെ ഇങ്ങോട്ട് എത്തുന്നത്. അതിൻ്റെ നോർമൽ കറണ്ട് ഇതിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഹൈ ഫ്രീക്വൻസി കാരിയർ കറണ്ട് നമ്മൾ ഈ കൺട്രോൾ പർപ്പസിന് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പർപ്പസിന് എടുക്കുന്നത് ഈ സർക്യൂട്ട് വഴിയാണ് പോകുന്നത് എന്ന്. ദാറ്റ് ഈസ്
high frequency current carrier will circulate over the line conductor fitted with the high frequency traps and through the capacitor and the ground. Okay. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്പ് കമ്പാരിസൺ ആണ് വരുന്നത്. ഒന്ന് ഡയറക്ഷണൽ കമ്പാരിസണും ഫേസ് കമ്പാരിസണും. അപ്പോൾ അതിൽ ആദ്യത്തെ ഡയറക്ഷണൽ കമ്പാരിസൺ ആണ് ഇപ്പോൾ പറയുന്നത്. ഡയറക്ഷണൽ കമ്പാരിസൺ കരിയർ കറന്റ് പ്രൊട്ടക്ഷൻ സ്കീമിലെ. സോ ദ പ്രൊട്ടക്ഷൻ ക്യാൻ ബി ഡൺ ബൈ ദ കമ്പാരിസൺ ഓഫ് എ ഫോൾട്ട് ഓഫ് ദ പവർ ഫ്ലോ ഡയറക്ഷൻ അറ്റ് ദ ടു എൻഡ്സ് ഓഫ് ദ ലൈൻ. പവർ ഫ്ലോ ഡയറക്ഷൻ ആണ് മെയിനായിട്ട് ഇവിടെ നോക്കുന്നത്. എന്ത് ടൈപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണിത്. The operation takes place only when the power at both ends of the line is on the bus to a line direction. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻ നോക്കിയിട്ടാണ്. ആഫ്റ്റർ ദ ഡയറക്ഷൻ കമ്പാരിസൺ ദ കരിയർ പൈലറ്റ് റിലേസ് ഇൻഫോം ദ എക്യുപ്മെന്റ് ഹൗ എ ഡയറക്ഷണൽ റിലേ ബിഹേവ്സ് അറ്റ് ദ അതർ എൻഡ് ഓഫ് എ ഷോർട്ട് സർക്യൂട്ട്. അതായത് എങ്ങോട്ടാണ്, അതായത് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ എന്ന് അറിയില്ലോ. ആൻഡ് ദ റിലേ അറ്റ് ബോത്ത് എൻഡ്സ് റിമൂവ്സ് ദ ഫോൾട്ട് ഫ്രം ദ ബസ്. അപ്പോൾ ആ റിലേ അവിടെ സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ റിമൂവ്. ഇഫ് ദ ഫോൾട്ട് ഈസ് ഇൻ പ്രൊട്ടക്ഷൻ സെക്ഷൻ പവർ ഫ്ലോസ് ഇൻ ടു ദ പ്രൊട്ടക്റ്റീവ് ഡയറക്ഷൻ ആൻഡ് ഫോർ എക്സ്റ്റേണൽ fault power will flow in the opposite direction. Power flow direction നോക്കിയിട്ടാണ് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ ഫോൾട്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദ ഫോൾട്ട് എ സിമ്പിൾ സിഗ്നൽ ത്രൂ ദ കരിയർ പൈലറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ എൻഡ് ടു ദ അതർ. The pilot protection relaying scheme used for the protection of transmitters are classified into two types. The carrier blocking protection scheme, carrier blocking protection scheme. ഇപ്പോൾ രണ്ടെണ്ണമുണ്ട്. കരിയർ ബ്ലോക്കിംഗ് ഉണ്ട്, കരിയർ പെർമിറ്റിംഗ് സ്കീം ഉണ്ട്. അപ്പോൾ ബ്ലോക്കിംഗ് സ്കീമിൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും. സോ ദ കരിയർ ബ്ലോക്കിംഗ് പ്രൊട്ടക്ഷൻ സ്കീം റെസ്ട്രിക്ട് ദ ഓപ്പറേഷൻ ഓഫ് ദ റിലേ. ദാറ്റ് ഈസ് ഇറ്റ് ബ്ലോക്സ് ദ ഫോൾട്ട് ബിഫോർ എൻട്രിങ് ഇൻ ടു ദ പ്രൊട്ടക്റ്റഡ് സെക്ഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ most reliable protection schemes because it protects the system equipment from damage. പക്ഷെ അതേപോലെയല്ല കരിയർ പെർമിറ്റിംഗിലെ കരിയർ പ്രൊട്ടക്റ്റീവ് സ്കീം allows the fault current to enter into the protected section of the system. Moving on to the phase comparison, the system compares the phase relation between the current entering into the pilot zone and the current leaving the protected zone. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് സി ടീസ് കാണാം. ഇത് സിംഗിൾ ലൈൻ ഡയഗ്രാം എന്ന രീതിയിൽ വരച്ചിട്ടില്ല. ത്രീ കണ്ടക്ടേഴ്സ് ഒന്നും ഇല്ല. സോ ഇവിടെ സി ടീസ് ഉണ്ട്. ഇത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ, ലൈൻ ട്രാപ്പ്, കപ്ലിംഗ് കപ്പാസിറ്റർ, ട്രാൻസ്മിറ്റർ, റിസീവർ, അതേ അറേഞ്ച്മെന്റ് തന്നെ അപ്പുറത്തെ സൈഡിലും അതേ അറേഞ്ച്മെന്റ്. പിന്നെ ഇവിടെ ഒരു കമ്പയറർ അല്ലെങ്കിൽ കമ്പറേറ്റർ എന്നുള്ള രീതിയിൽ ഒരു സർക്യൂട്ടും കൂടി ഉണ്ട്. അവിടെ നിന്നാണ് ട്രിപ്പിംഗ് സർക്യൂട്ടിലേക്ക് കണക്ഷൻ പോകുന്നത്. ഓക്കെ. സോ ദ കറണ്ട് മാഗ്നിറ്റ്യൂഡ്സ് ആർ നോട്ട് കമ്പയർഡ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ്സ് കമ്പയർ ചെയ്യുന്നില്ല. ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി മെയിൻ ഓർ പ്രൈമറി. ഇപ്പോൾ ഇത് ഫേസ് മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മെയിൻ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രൈമറി പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുള്ളൂ. ബാക്കപ്പ് പ്രൊട്ടക്ഷൻ വേറെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. സോ ദ ട്രാൻസ്മിഷൻ ലൈൻ സി ടീസ് ഫീഡ് എ നെറ്റ്വർക്ക് that transforms the CT's output into a single phase sinusoidal voltage output voltage. അപ്പോൾ ഈ നെറ്റ്വർക്കിലേക്കാണ്, രണ്ട് സൈഡിലെ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിലേക്കാണ് സി ടി എസിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഒരു സിംഗിൾ സൈനുസോയിഡൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് മാറ്റും. ആൻഡ് ദിസ് വോൾട്ടേജ് സപ്ലൈ ടു ദ കരിയർ കറന്റ് ട്രാൻസ്മിറ്റർ ആൻഡ് ദ കമ്പയറർ. ഇത് ഇവിടുന്ന് ട്രാൻസ്മിറ്ററിലേക്കും കമ്പയറിലേക്കും ആണ് വരുന്നത്. അതേപോലെ കമ്പയറിലേക്ക് വേറെ ഇവിടുന്ന് വരുന്നുണ്ട്. ഔട്ട്പുട്ട് ഓഫ് ദ കരിയർ കറന്റ് റിസീവർ ഇസ് ഓൾസോ അപ്ലൈ ടു ദ കമ്പയറർ. അപ്പോൾ കമ്പറേറ്റർ എന്ന രീതിയിൽ വിചാരിച്ചാൽ മതി. കമ്പറേറ്റർ റെഗുലേറ്റ്സ് ദ വർക്കിംഗ് ഓഫ് ആൻ ഓക്സിലറി റിലേ ഫോർ ട്രിപ്പിംഗ് ദ ട്രാൻസ്മിഷൻ ലൈൻ സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ ഇത് ഈ ഒരു കമ്പാരിസന്റെ ബേസിൽ ആണ് ഇത് ഇവിടുന്ന് ട്രിപ്പിംഗ് സർക്യൂട്ടിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതാണ് അവിടെ മെയിൻലി നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അധികം നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് ആ ബ്ലോക്ക് ഡയഗ്രാം അപ്രോച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഫാസ്റ്റ് ആൻഡ് സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ ഓഫ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് അറ്റ് ബോത്ത് എൻഡ്സ്. രണ്ട് എൻഡിലെയും ഫാസ്റ്റ് ഓപ്പറേഷൻ ആയിട്ട് സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ നമുക്ക് കിട്ടും. ആൻഡ് ഇറ്റ് ഹാസ് ഫാസ്റ്റ് ക്ലിയറിംഗ് പ്രോസസ് ആൻഡ് പ്രിവെൻറ്റ് ഷോക്ക് ടു സിസ്റ്റം. പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. നോ സെപ്പറേറ്റ് വയേഴ്സ് ആർ റിക്വയർഡ് ഫോർ സിഗ്നലിംഗ് ബിക്കോസ് ദ പവർ ലൈൻസ് ദംസെൽവ്സ് ക്യാരി ദ പവർ ആസ് വെൽ ആസ് കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്. സോ രണ്ട് സിഗ്നലിലും പവർ ലൈൻസ് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അഡീഷണൽ ലൈൻസ് നമുക്ക് വേണ്ട. And simultaneously tripping of circuit breaker at both end of the line in 1 to 3 cycle. പെട്ടെന്ന് തീരും. And the system is the best suited for fast relaying also with modern fast circuit breaker. Modern fast circuit breaker ഒപ്പം കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്.